ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കല്യാണം. അപ്പോൾ രാത്രി തലേന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിക്കാഹായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടല്ല നിക്കാഹ് നടക്കുന്നത്, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ആയിട്ട് ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കൂടുതൽ പേരൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഫേസ് കാണിക്കാൻ ഇഷ്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് രീതിക്ക് മാത്രമേ എടുത്ത് എല്ലാവരും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ സപ്ലൈ ചെയ്യണതും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹാലി ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ ആളുകളൊക്കെ എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള കസിൻസും ഒക്കെയാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഓരോരുത്തരിക്കുകയാണ്. അപ്പോൾ തലേന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ മേലാറ്റൂർ VK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് നിക്കാഹിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിലേക്കാണ് നമ്മളൊരു 10:15 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 4 or 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ മേലാറ്റൂർക്ക് ഉണ്ടാവുക. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. ഇതാണ് കേട്ടോ VK കൺവെൻഷൻ സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. നിക്കാഹ് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമായിരുന്നു പിന്നെ എത്താനുള്ളത് അവിടെ. അപ്പോൾ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഹലൻ്റെ കോസ്റ്റ്യൂം. ഹല ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കൂടുതൽ ഫോട്ടോസൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂമിൻ്റെ ഒരു എൻട്രി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു നിമിഷമാണെന്ന് പറയാം. അപ്പോൾ ഗ്രൂമിനെ കാണാത്തവർക്കൊക്കെ അങ്ങനെ ഗ്രൂമിൻ്റെ ഒരു എൻട്രി ആണ് കേട്ടോ അത് നിക്കാഹിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫങ്ഷൻ. അങ്ങനെ പെണ്ണിൻ്റെ വാപ്പയും അതായത് നമ്മുടെ ഗ്രൂമും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു നിക്കാഹ് ഫങ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അവരൊക്കെ അവിടെ എത്തി നമ്മൾ നിക്കാഹ് ഫങ്ഷൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഓഡിയോസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ മഹർ ചേർത്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷമാണ് കേട്ടോ അത്. അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ്റെ ഉമ്മ, അതായത് അവളുടെ മദറിൻലോ, പിന്നെ അവിടെ സിസ്റ്ററിൻലോ ഉണ്ട്, ഫാദറിൻലോ, അവരുടെ ഫാമിലിയാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ മഹർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ആ ടൈമൊക്കെ ആയപ്പോഴത്തേന് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള വീട്ടുകാരൊക്കെ പോയിരുന്നു. പിന്നെ ചെക്കനും പെണ്ണും മാത്രമുള്ളൂ കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകളൊക്കെ പോയി തുടങ്ങി. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. ഫോട്ടോ സെക്ഷനൊക്കെ ശേഷം അവനും അവളും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇതാണ് കേട്ടോ അത്.